ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഡേ 57 ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ നെക്സ്റ്റ് ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ മുടിയിൽ നന്നായിട്ട് ഓയിലൊക്കെ ഇട്ട് കൊടുത്ത് ഷാമ്പു വാഷൊക്കെ ചെയ്ത് മുടി നന്നായിട്ട് ക്ലീനാക്കി സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഈ ഒരാഴ്ച അപ്പോൾ ഇന്നലത്തെ ദിവസം നമ്മൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് വെറുതെ ഓയിലിട്ട് വാഷ് ഔട്ട് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വീണ്ടും അടുത്ത ആഴ്ചത്തെ ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കുന്നതിന് മുൻപായിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ചലഞ്ച് എടുക്കുന്ന എല്ലാ ആൾക്കാരും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയം എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സമയം ഇതുപോലെ ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. കൂടാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഓയിൽ, അതായത് നമ്മുടെ നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ തലയോട്ടിയിൽ ഒരു ഓയിൽ പ്രൊഡ്യൂസ്ഡ് ആകും കേട്ടോ. അപ്പോൾ ആ ഒരു ഓയിലും കാര്യങ്ങളൊക്കെ നമ്മുടെ ആ ഒരു മുടിയുടെ ലെങ്ത്തിലേക്ക് നന്നായിട്ട് എത്തിച്ചേരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അഡീഷണലി മുടിയുടെ ലെങ്ത്തിലേക്ക് ഓയിലുകളൊന്നും അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 2 പവർഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതായത് നെല്ലിക്കയും കറിവേപ്പിലയും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ നെല്ലിക്ക യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മുടി വളർച്ചയ്ക്ക് ഒത്തിരി ബെനിഫിറ്റ്സ്, അതായത് മുടി വളർച്ചയിൽ ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു 3 വലിപ്പമുള്ള ഒരു മീഡിയം സൈസിലുള്ള നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് ഒരു 4-5 തണ്ട് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവ രണ്ടും കൂടി നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയ ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പല പല രീതികളിൽ ചെയ്യാം കേട്ടോ. അതായത് നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പം ഈ ഒരു നെല്ലിക്ക പൊടിയായിട്ടാണ് ഉള്ളത്, ഫ്രഷ് ആയിട്ടില്ല, പൊടിയായിട്ടാണ് ഉള്ളതെങ്കിൽ കറിവേപ്പിലയുടെ നീരിൽ നിങ്ങൾക്കത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് കറിവേപ്പിലയും നിങ്ങളുടെ കയ്യിൽ പൗഡറായിട്ടാണ് ഉള്ളത്, ഫ്രഷ് ആയിട്ടില്ല എങ്കിൽ ഇവ രണ്ടിൻ്റെയും, അതായത് നെല്ലിക്ക പൊടിയും കറിവേപ്പിലയുടെ പൊടിയും കൂടിയിട്ടാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ മോരിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇനി നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ അവിടെയൊക്കെ ഈ ഒരു ചെമ്പരത്തി പൂവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെമ്പരത്തി പൂവിൻ്റെ പൊടി ഉണ്ടെങ്കിലും മതി. ആ ഒരു പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് ഈ ഒരു ഹെയർ പാക്ക് ആക്കി എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ചെമ്പരത്തി പൂവ് ഫ്രഷായിട്ട് എടുക്കാനുണ്ടെങ്കിൽ ഇവയുടെ കൂടെ ഒരു 2-3 ചെമ്പരത്തി പൂവും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി പവർഫുള്ളാണ് കേട്ടോ ആ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു രണ്ടും കൂടി, അതായത് നെല്ലിക്കയും കറിവേപ്പിലയും കൂടി നന്നായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് കേട്ടോ, ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് ഹെയർ ഓയിൽ, അതായത് തലേദിവസം നൈറ്റ് എനിക്ക് ഹെയർ ഓയിലൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പല ദിവസവും പല കാര്യങ്ങളും നടക്കാറില്ല കേട്ടോ. അതായത് കുഞ്ഞ് വാവയൊക്കെ ഉള്ളതുകൊണ്ട് കാരണം പലപ്പോഴും നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും എല്ലാ ദിവസവും ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ നൈറ്റ് എനിക്ക് ആ ഒരു ഓയിലും കാര്യങ്ങളൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ എന്താ ചെയ്യണേന്ന് വെച്ചാൽ ഈ ഒരു സമയമാണ് കേട്ടോ എനിക്ക് ആകെ കിട്ടിയ സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കിയതിലേക്ക് ഞാനൊരു സ്കാൽപ്പിൽ എന്തോരം ഓയിൽ എടുക്കാറുണ്ടോ, ആ ഒരു നൈറ്റ് അപ്ലൈ ചെയ്യാൻ എന്തോരം ഓയിൽ എടുക്കാറുണ്ടോ ആ കുറച്ചൊരു ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിൽ ഹെയർ പാക്കും ആ ഒരു ഓയിലും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഇന്ന് യൂസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തിരക്കൊക്കെ ആയ കാരണം, അല്ലെങ്കിൽ നൈറ്റോ അല്ലെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ഇടുന്നതിന് മുന്നേ ഓയിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ടൈം ഇല്ലാത്ത സമയത്ത് ഇങ്ങനെയും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. അതായത് ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങളുടെ ആ ഒരു 2-3 തുള്ളി ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സമയമില്ലാത്ത സമയം ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊരു വാട്ടറി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഒലിച്ചിറങ്ങുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ആ ഒരു സ്കാൽപ്പിലേക്ക് ആകുന്ന രീതിക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം.
അപ്പോൾ എല്ലാ ഹെയർ പാക്കുകളും അപ്ലൈ ചെയ്ത് കൊടുക്കണ പോലെ തന്നെ ഓരോരോ സെക്ഷൻസ് ആയിട്ട് എടുത്തിട്ട് സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. മുടിയുടെ ലെങ്തിലേക്ക് ഇത് ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. മുടി എല്ലാം നമ്മൾ ഈ ഒരു തലയോട്ടിലേക്ക്, അതായത് ഈ ഒരു സ്കാൽപ്പിലേക്ക് കൊടുക്കുന്നതാണ്. മുടി വളർച്ചയ്ക്കും കാര്യങ്ങൾക്കും, അതായത് സ്കാൽപ്പിൽ എന്തെങ്കിലുമൊക്കെ ഡാൻഡ്രഫോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു തലയോട്ടിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി മുടിയുടെ ലെങ്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന പാക്കുകളൊക്കെ എന്ന് പറയുന്നത് ഒന്നുകിൽ മുടി സ്ട്രൈറ്റ് ആക്കുകയോ അല്ലെങ്കിൽ ആ ഒരു ഫ്രിസ്നെസ് കുറയ്ക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു ഡ്രൈ ഹെയറൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിലാണ് ആ ഒരു മുടിയുടെ ലെങ്തിലേക്കും കൂടി നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെയുള്ള മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പാക്കുകളൊക്കെ നമ്മുടെ ആ ഒരു സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ചലഞ്ചിൽ നമ്മൾ നെല്ലിക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നെല്ലിക്ക എന്ന് പറയുന്നത് ഫുൾ ഓഫ് വൈറ്റമിൻ സി ആണ്. അപ്പോൾ നമ്മുടെ മുടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് ബ്ലഡ് സർക്കുലേഷനും അതുപോലെ തന്നെ ഓക്സിജൻ സപ്ലൈ ഒക്കെ നമ്മുടെ ഈ ഒരു സ്കാൽപ്പിലേക്ക്, അതായത് മുടി വേരുകളിലേക്ക് എത്തിയിട്ട് നന്നായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നന്നാകാൻ വേണ്ടിയിട്ട്, അതായത് മുടി വളർച്ചയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നെല്ലിക്ക നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മുടി ഒന്ന് സ്ട്രെങ്തൻ ചെയ്യാനും, അതുപോലെ തന്നെ ഈ ഒരു കറി ലീവ്സ് ആണെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി എടുത്തത് തലയോട്ടിൽ അപ്ലൈ ചെയ്യണ പോലെ തന്നെ നിങ്ങൾക്ക് കുടിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. അതായത് ഈ ഒരു നെല്ലിക്ക ജ്യൂസ് ആണെങ്കിലും അല്ലെങ്കിൽ നെല്ലിക്ക കറിവേപ്പിലയും കൂടിയിട്ടുള്ള ജ്യൂസ് ആണെങ്കിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കി കുടിക്കുന്നതും കൂടി നല്ലതാണ്. അപ്പോൾ അതും മുടി വളർച്ചയ്ക്ക് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും നമ്മുടെ ആ ഒരു ഹെയർ തിന്നിങ്ങിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് മുടി കൊഴിഞ്ഞു പോയ ഭാഗത്തൊക്കെ പുതിയ മുടികൾ വരാനും മുടി കൊഴിച്ചിൽ അകറ്റാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഇവിടെ കൂടെ നിങ്ങൾക്ക് ഹിബിസ്കസ് ഫ്ലവേഴ്സ്, അതായത് ചെമ്പരത്തി പൂവും കൂടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് കയ്യിലെടുക്കാനുണ്ടെങ്കിൽ, വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. അതായത് ചെമ്പരത്തി പൂവും നമ്മുടെ മുടി വളർച്ചയെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഫുള്ളായിട്ട് എല്ലായിടത്തും സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ എപ്പോഴും പറയണ പോലെ ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ നെറ്റ് കയറുന്ന സ്ഥലത്തൊക്കെ നന്നായിട്ട് ഈ ഒരു, നിങ്ങൾ ഏത് ഹെയർ പാക്ക് ഉണ്ടാക്കിയാലും ആ ഒരു നെറ്റ് കയറുന്ന സ്ഥലത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ മുടികളൊക്കെ വരുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലെ നിറയെ കുഞ്ഞു കുഞ്ഞു പോയ സ്ഥലത്തൊക്കെ മുടികൾ വരാനത് സഹായിക്കും കേട്ടോ. അപ്പോൾ ബാലൻസ് ഉള്ളത് ഞാൻ ആ ഒരു നെറുകിൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഉള്ളിലേക്ക് അങ്ങ് പൊയ്ക്കോളും. അപ്പോൾ അതിന് ശേഷം ഞാൻ ജസ്റ്റ് വെറുതെ ഒരു മസാജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം മുടി കൊഴിച്ചിലും കാര്യങ്ങളും ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ ഒരു മസാജ് കൊടുക്കൽ, കാരണം കുഞ്ഞു കുഞ്ഞു മുടികളും ഒക്കെ കൊഴിഞ്ഞ് നിങ്ങളുടെ കൈവിരലുകളിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മുടി കൊഴിച്ചിൽ അധികമില്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ അത് എല്ലായിടത്തും സ്കാൽപ്പിൽ എല്ലായിടത്തും ആകാൻ വേണ്ടിയിട്ട് ഉള്ള രീതിക്കാണ് കേട്ടോ അങ്ങനെ ഒരു മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ ചെയ്യാൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ മുടി മേലെ കെട്ടി വെച്ചു. അപ്പോൾ ഇനി ഒരു 30 മിനിറ്റ്സ് 1 hour വരെ വെച്ചേക്കാം. അതിന് ശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത് ബാക്ക് സൈഡിലൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞു മുടികൾ വന്നതാണ് കേട്ടോ, നീളം വെച്ചതാണ് അതൊക്കെ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.